Dear students, welcome to the class of non-destructive testing. In this class, we will discuss the topics applications of eddy current testing like crack detection, conductivity measurement, material thickness measurement, then non-conductive coating thickness measurement. Then we will discuss the advantages and limitations of eddy current testing. First one, applications of eddy current testing. Eddy current equipment can be used for a variety of applications such as the detection of cracks, measurement of metal thickness, detection of metal thinning due to corrosion and erosion, determination of coating thickness, measurement of electrical conductivity and magnetic permeability. എഡി കറൻറ്റ് ടെസ്റ്റിംഗ് എന്ന് വെച്ചാൽ ബേസിക്കലി ഒരു നോൺ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിംഗ് മെത്തേഡാണ്. അതായത് ഒരു കമ്പോണൻറ്റ് ഡിഫക്റ്റ് ഉള്ള കമ്പോണൻ്റ് ആണോ അതോ ഡിഫക്റ്റ് ഫ്രീ കമ്പോണൻ്റ് ആണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എഡി കറൻറ്റ് ടെസ്റ്റിംഗ് മെത്തേഡ് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ആ ഡിഫക്റ്റ് ഡിറ്റക്ഷൻ കൂടാതെ തന്നെ വേറെ കുറച്ച് ആപ്ലിക്കേഷൻസും കൂടെ ഇതിനുണ്ട്. ഓക്കെ, അതാണ് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഫസ്റ്റ് വൺ, ക്രാക്ക് ഡിറ്റക്ഷനാണ്. അതിൻ്റെ പ്രൈമറി യൂസ് എന്ന് പറയുന്നത് ഡിറ്റക്ഷൻ ഓഫ് ക്രാക്കാണ്. ഓക്കെ, അതിൻ്റെ ബേസിക് പ്രിൻസിപ്പിളും കാര്യങ്ങളൊക്കെ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. എഡി കറൻറ്റ് ഇൻസ്പെക്ഷൻ ഈസ് എൻ എക്സലൻറ്റ് മെത്തേഡ് ഫോർ ഡിറ്റക്റ്റിംഗ് സർഫസ് ആൻഡ് നിയർ സർഫസ് ഡിഫക്റ്റ് വെൻ the probable defect location and orientation is well known. Defects such as cracks are detected when they disrupt the path of eddy currents and weaken their strength. അതായത് ക്രാക്ക് ഡിറ്റക്ഷന് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന കണ്ടക്റ്റീവ് മെറ്റീരിയൽസിനാണ് എഡി കറൻറ്റ് ടെസ്റ്റിംഗ് മെത്തേഡ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. അതിലെ ക്രാക്ക്, സർഫസ് ക്രാക്ക് ആൻഡ് സബ് സർഫസ് ക്രാക്സ് നമുക്ക് എഡി കറൻറ്റ് ടെസ്റ്റിംഗ് മെത്തേഡ് വഴി കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. ബേസിക്കലി ഇതൊരു സർഫസ് എൻ ഡി ടി മെത്തേഡാണെങ്കിലും സബ് സർഫസ് എന്ന് വെച്ചാൽ ജസ്റ്റ് ബിലോ ദി സർഫസ്, അവിടെയുള്ള ഡിഫക്റ്റ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. മീൻസ് നമുക്ക് ഒരു പ്രീവിയസ് എക്സ്പീരിയൻസ് നിന്ന് ഏകദേശം ഒരു പർട്ടിക്കുലർ കമ്പോണൻറ്റിൽ ഏതൊക്കെ രീതിയിലാണ് ക്രാക്ക് വരാൻ വേണ്ടി ചാൻസ് ഉള്ളത് നമുക്ക് പ്രീവിയസ് എക്സ്പീരിയൻസിൽ നിന്ന് തന്നെ അറിയുന്നുണ്ടാവും. ആണ് ഈ പറഞ്ഞിരിക്കുന്നത്. പ്രോബബിൾ ഡിഫക്റ്റ് ലൊക്കേഷൻ ആൻഡ് ഓറിയൻറ്റേഷൻ നോൺ. മീൻസ് നമുക്കിവിടെ ഒരു കമ്പോണൻറ്റിൽ ഡിഫക്റ്റ് ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് കാണിച്ചു തരുന്ന എപ്പോഴാണ് ആ എഡി കറൻറ്റിൻ്റെ ഡിസ്ട്രിബ്യൂഷന് ആ ക്രാക്ക് ഡിസ്റപ്റ്റ് ചെയ്യുന്ന സമയത്താണ്. ഓക്കെ, ഈ ഒരു ക്രാക്ക് എന്ന് വെച്ചാൽ ഇതിൻ്റെ ഡയറക്ഷൻ ഈ ഒരു ഡയറക്ഷനിലാണെങ്കിൽ നമുക്കത് എഡി കറൻറ്റ് ഡിസ്ട്രിബ്യൂഷൻ അത് ഡിസ്റപ്റ്റ് ചെയ്യുന്നില്ല, നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് സിഗ്നലും കിട്ടില്ല. നേരെ മറിച്ച് ക്രാക്കിൻ്റെ ഡയറക്ഷൻ ഈ ഒരു ഡയറക്ഷനിലാണെങ്കിൽ, അതിന് പെർപെൻഡിക്കുലർ ഡയറക്ഷനിലാണെങ്കിൽ എന്താ ആ എഡി കറൻറ്റ് ഡിസ്ട്രിബ്യൂഷന് അത് അഫക്റ്റ് ചെയ്യും, അല്ലെങ്കിൽ അതിനെ ഡിസ്റപ്റ്റ് ചെയ്യും. ആ സമയത്താണ് നമുക്ക് ക്രാക്ക് സിഗ്നൽ കിട്ടുന്നത്. അതാണ് ഈ പറഞ്ഞ സെൻറ്റൻസിൻ്റെ മീനിങ്. ഡിഫക്ട്സ് സച്ച് ആസ് ക്രാക്സ് ആർ ഡിറ്റക്റ്റഡ് വെൻ ദേ ഡിസ്റപ്റ്റ് ദി പാത്ത് ഓഫ് എഡി കറൻറ്റ് ആൻഡ് വീക്കൻ ദെയർ സ്ട്രെങ്ത്. ദ ബേസിക് സ്റ്റെപ്സ് ഇൻ പെർഫോമിങ് ആൻ ഇൻസ്പെക്ഷൻ വിത്ത് സർഫസ് പ്രോബ്. ഒരു സർഫസ് പ്രോബ് വെച്ചിട്ട് ഒരു സ്പെസിമെൻ ഇൻസ്പെക്ട് ചെയ്യുന്ന സമയത്ത് അവിടെ ഉണ്ടാകുന്ന ബേസിക് സ്റ്റെപ്സാണ് പറയുന്നത്. സർഫസ് പ്രോബ് മാത്രമല്ല, ബോബിൻ പ്രോബ് ആയാലും എൻസർക്ലിംഗ് പ്രോബ് ആയാലും പ്രൊസീജിയർ സെയിം തന്നെയാണ്. സെലക്ട് ആൻഡ് സെറ്റപ്പ് ദി ഇൻസ്ട്രുമെൻറ്റ് ആൻഡ് പ്രോബ്. സെക്കൻഡ് വൺ, സെലക്ട് എ ഫ്രീക്വൻസി ടു പ്രൊഡ്യൂസ് ഡിസൈഡ് ഡെപ്ത് ഓഫ് പെനിട്രേഷൻ. ഫ്രീക്വൻസി ആൻഡ് ഡെപ്ത് ഓഫ് പെനിട്രേഷൻ ഇത് തമ്മിലെ റിലേഷൻ പ്രീവിയസ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. ഫ്രീക്വൻസിക്ക് ആരുമായിട്ടും കൂടെ റിലേഷൻ ഉണ്ട്, സെൻസിറ്റിവിറ്റിയായിട്ടും കൂടെ റിലേഷൻ വരുന്നുണ്ട്. ഫോർ സർഫസ് ഫ്ലോസ് ഫ്രീക്വൻസി ഷുഡ് ബി ആസ് ഹൈ ആസ് പോസിബിൾ ഫോർ മാക്സിമം റെസൊല്യൂഷൻ ആൻഡ് സെൻസിറ്റിവിറ്റി. എഡി കറൻറ്റ് ടെസ്റ്റിങ്ങിൽ ഫ്രീക്വൻസി കൂടുന്ന സമയത്ത് ഡെപ്ത് ഓഫ് പെനിട്രേഷൻ കുറയും. ഓക്കെ, പക്ഷേ എന്താണ് സെൻസിറ്റിവിറ്റി ഹൈ ആയിരിക്കും. സ്മോൾ ഡിഫക്റ്റൊക്കെ ഐഡൻറ്റിഫൈ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അതാണ് ഹൈ ഫ്രീക്വൻസിയുടെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ സർഫസിൽ സെൻസിറ്റിവിറ്റി കൂടുതലായിരിക്കും, അത്രയും മൈന്യൂട്ടായിട്ടുള്ള ഡിഫക്റ്റിനെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. പക്ഷേ ഡെപ്ത് ഓഫ് പെനിട്രേഷൻ എന്ന് പറയുന്നത് കുറവായിരിക്കും. അതായത് സബ് സർഫസ് ഡിഫക്റ്റിനെ ഐഡൻറ്റിഫൈ ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ ലോ ഫ്രീക്വൻസിയുടെ കേസ് എന്ന് വെച്ചാൽ ഡിഫറൻ്റ് ആണ്. ഫോർ സബ് സർഫസ് ഫ്ലോസ് ലോവർ ഫ്രീക്വൻസീസ് ആർ നെസസറി to get the required depth of penetration and this result in less sensitivity. അതായത് ലോ ഫ്രീക്വൻസിയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഡെപ്ത് ഓഫ് പെനിട്രേഷൻ കൂടുതലായിരിക്കും, സബ് സർഫസ് ഡിഫക്റ്റിനെ ഐഡൻറ്റിഫൈ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. പക്ഷേ എന്താണ് സെൻസിറ്റിവിറ്റി അവിടെ കുറവായിരിക്കും. അതായത് ഒന്ന് ഫ്രീക്വൻസി കുറയുന്ന സമയത്ത് സെൻസിറ്റിവിറ്റിയിൽ അവിടെ ഒരു കോംപ്രമൈസ് വേണം.
Third step, place the inspection probe on the component surface and null the instrument. Place ചെയ്തതിന് ശേഷം ഇനീഷ്യലി അത് null സ്റ്റേറ്റിലോട്ട് സെറ്റ് ചെയ്യുന്നു. Scan the probe over the part of surface in a pattern that will provide complete coverage of the area being inspected. അതിനുശേഷം എന്ത് ചെയ്തു, ഈ പ്രോബ് ആ സർഫസിലൂടെ സ്കാൻ ചെയ്യുന്നു. ആ സർഫസ് മൊത്തമായിട്ട്, ഇതൊരു വ്യൂ മാത്രമാണ് കാണിച്ചിരിക്കുന്നത്, ആ ഒരു സർഫസ് മൊത്തമായിട്ട് കിട്ടുന്ന രീതിയിൽ അത് സ്കാൻ ചെയ്യുന്നു. കെയർ മസ്റ്റ് ബി ടേക്കൺ ടു മെയിൻറ്റെയിൻ സെയിം പ്രോബ് ടു സർഫസ് ഓറിയൻറ്റേഷൻ ആസ് പ്രോബ് വോബിൾ ക്യാൻ അഫക്റ്റ് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് സിഗ്നൽ. അതായത് ഈ പ്രോബും ടെസ്റ്റ് സർഫസും തമ്മിൽ സെയിം ഓറിയൻറ്റേഷൻ ആ സ്കാനിങ് ചെയ്യുന്ന സമയത്ത് സെയിം ഓറിയൻറ്റേഷൻ തന്നെ കീപ്പ് ചെയ്യണം. അതേപോലെ ഡിസ്റ്റൻസ് ലിഫ്റ്റ് ഓഫ് എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. അതിനുശേഷം ഇവിടെ ഈ കോയിലിരിക്കുന്നത് ഡിഫക്റ്റ് ഫ്രീ ഏരിയയിലാണ് ഈ കോയിലുള്ളത്. ഇനി ഈ ഒരു ഡയറക്ഷനിൽ സ്കാൻ ചെയ്യുന്നത്. ഫസ്റ്റ് ഡിഫക്റ്റ് ഈ കാണിച്ചിരിക്കുന്നത് ഡിഫറൻറ്റ് ഡിഫക്റ്റാണ്. ആ ഡിഫക്റ്റിലൂടെ പാസ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, നമുക്ക് ഒരു റെസ്പോൺസ് കിട്ടും. ഇത് ഇമ്പിഡൻസ് പ്ലെയിൻ ആണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എന്നിട്ട് ഒരു സിഗ്നൽ അവിടെ ജനറേറ്റ് ചെയ്യുന്നുണ്ടാവും. അതേപോലെ സെക്കൻഡ് ഡിഫക്റ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു സിഗ്നൽ ഉണ്ട്. തേർഡ് ഡിഫക്റ്റ് അതിൻ്റെ സൈസിനനുസരിച്ചിട്ട് സിഗ്നലിൻ്റെ നേച്ചറിനും വേരിയേഷൻ വരുന്നുണ്ട്. ആ എൻ്റയർ സർഫസ് സ്കാൻ ചെയ്യുന്ന സമയത്ത് ഡിഫറൻറ്റ് സിഗ്നൽ ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ സിഗ്നൽ ജനറേറ്റ് ചെയ്യൂ. ഇതിപ്പം ക്രാക്ക് സിഗ്നൽ മാത്രമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്, ബാക്കി ലിഫ്റ്റ് ഓഫ് കർവ് എന്നതിൽ കാണിച്ചിട്ടില്ല. അതായത് ഫിഫ്ത്ത് സ്റ്റെപ്പ് എന്താ വരുന്നത്, മോണിറ്റർ ദ സിഗ്നൽ ഫോർ ലോക്കൽ ചേഞ്ച് ഇൻ ഇംപിഡൻസ് ദാറ്റ് വിൽ ഒക്കർ ആസ് ദി പ്രോബ് മൂവ്സ് ഓവർ ഡിസ്കണ്ടിന്യൂറ്റി. അതായത് പ്രോബ് ആ ഡിസ്കണ്ടിന്യൂറ്റിയിലൂടെ മൂവ് ചെയ്യുന്ന സമയത്ത് എഡി കറൻറ്റ് ഡിസ്ട്രിബ്യൂഷൻ എന്താണ് അവിടെ ആൾട്ടർ ചെയ്തു, അല്ലെങ്കിൽ എഡി കറൻറ്റ് ഡിസ്ട്രിബ്യൂഷൻ അത് ഡിസ്റപ്റ്റ് ചെയ്തു. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് കോയിലിൻ്റെ ഇംപിഡൻസിന് ചേഞ്ച് ഉണ്ടാവും. അതാകുമ്പോൾ ആ കറസ്പോണ്ടിങ് ഇംപിഡൻസ് പ്ലെയിൻ റെസ്പോൺസ് നമുക്കത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഇവിടെ ഒരു ചേഞ്ച് അല്ലെങ്കിൽ ആ ഇംപിഡൻസ് പ്ലെയിൻ ഡിസ്പ്ലേയിൽ അധികമൊരു സിഗ്നൽ വരുന്നത്, ക്രാക്ക് സിഗ്നൽ വരുന്നത് നമുക്ക് എന്താ മനസ്സിലാക്കാൻ പറ്റുന്നത്, ആ കമ്പോണൻ്റ് ഒരു ഡിഫക്റ്റിലെ കമ്പോണൻ്റ് ആണ്, അല്ലെങ്കിൽ അതിലൊരു സർഫസ് ഡിഫക്റ്റ് ഉണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അടുത്തത് കണ്ടക്ടിവിറ്റി മെഷർമെൻറ്റ്. വൺ ഓഫ് ദ യൂസ് ഓഫ് എഡി കറൻറ്റ് ഇൻസ്ട്രുമെൻറ്റ് ഈസ് ഫോർ ദ മെഷർമെൻറ്റ് ഓഫ് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി. ഡിഫക്റ്റ് ഐഡൻറ്റിഫൈ ചെയ്തെടുക്കുന്നത് മാത്രമല്ല, ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടും എഡി കറൻറ്റ് ടെസ്റ്റിംഗ് മെത്തേഡ് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ദിസ് ടെക്നിക് can also be used to easily sort magnetic material from non-magnetic material. To sort material using an impedance plane device, the signal from the unknown sample must be compared to a signal from a variety of reference standard. ഇതിൻ്റെ വേറൊരു യൂസ് എന്ന് പറയുന്നത് കണ്ടക്ടിവിറ്റി മെഷർമെൻറ്റ് പ്ലസ് ഒരു യൂസും കൂടിയുണ്ട്. മാഗ്നറ്റിക് മെറ്റീരിയലിനെ നോൺ മാഗ്നറ്റിക് മെറ്റീരിയലിന് നമുക്ക് സോർട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഇംപിഡൻസ് പ്ലെയിൻ ഡയഗ്രം എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് മാഗ്നറ്റിക് മെറ്റീരിയൽ അതേപോലെ നോൺ മാഗ്നറ്റിക് മെറ്റീരിയൽ രണ്ടും കണ്ടക്റ്റീവ് ആയിരിക്കണം, എന്നാൽ മാത്രമേ എഡി കറൻറ്റ് ടെസ്റ്റിംഗ് മെത്തേഡ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. മാഗ്നറ്റിക് മെറ്റീരിയലിൻ്റെയും നോൺ മാഗ്നറ്റിക് മെറ്റീരിയലിൻ്റെയും ഇംപിഡൻസ് പ്ലെയിൻ റെസ്പോൺസ് ഡിഫറൻ്റ് ആയിരുന്നു. ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. ആ ഒരു റെസ്പോൺസ് നോക്കിയിട്ട് നമുക്ക് എന്താണ് മാഗ്നറ്റിക് മെറ്റീരിയലിനും നോൺ മാഗ്നറ്റിക് മെറ്റീരിയലിനും നമുക്ക് സോർട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അതിന് ആദ്യം എന്ത് ചെയ്യണം, സം നോൺ റെഫറൻസ് സ്റ്റാൻഡേർഡ് വെച്ചിട്ട് ആ ഇൻസ്ട്രുമെൻറ്റിൽ ആ റെസ്പോൺസ് ആദ്യം ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്തെടുക്കണം. അതിനുശേഷം ടെസ്റ്റ് സാമ്പിളിൽ ചെയ്ത് നോക്കാൻ വേണ്ടി പറ്റും. The conductivity measurement technique usually involve nulling absolute probe in air and placing probe in contact with sample surface. ആദ്യം നൾ ചെയ്യും, ഇൻസ്ട്രുമെൻറ്റ് ഇനീഷ്യൽ സെറ്റിംഗ് ചെയ്യും, അതിനുശേഷം ആ സാമ്പിൾ സർഫസ് ആയിട്ട് കോണ്ടാക്റ്റിലേക്ക് വരും. ഫോർ നോൺ മാഗ്നറ്റിക് മെറ്റീരിയൽ ചേഞ്ച് ഇൻ ഇംപിഡൻസ് ഓഫ് ദി കോയിൽ ക്യാൻ ബി കോറിലേറ്റഡ് ഡയറക്ട്ലി ടു കണ്ടക്ടിവിറ്റി ഓഫ് ദി മെറ്റീരിയൽ. ഇംപിഡൻസ് ചേഞ്ച് ഇപ്പം ഡിഫക്റ്റ് ഒന്നും ഇല്ലാത്തൊരു സാമ്പിളാണ്, ഡിഫറൻറ്റ് മെറ്റീരിയൽസ് ഉണ്ട്, ഓക്കെ, ഡിഫറൻറ്റ് കണ്ടക്ടിവിറ്റിയിലെ ഡിഫറൻറ്റ് മെറ്റീരിയൽസ് ഉണ്ട്. അതിൻ്റെ ആ ഇംപിഡൻസ് പ്ലെയിനിലെ റെസ്പോൺസ് എന്ന് പറയുന്നത് ഡിഫറൻറ്റ് മെറ്റീരിയലിന് ഡിഫറൻ്റ് ആയിരിക്കും. മീൻസ് കണ്ടക്ടിവിറ്റി കൂടിയൊരു മെറ്റീരിയലുണ്ട്, കണ്ടക്ടിവിറ്റി കുറഞ്ഞൊരു മെറ്റീരിയലുണ്ട്. കണ്ടക്ടിവിറ്റി കൂടിയൊരു മെറ്റീരിയലിൻ്റെ ഇംപിഡൻസ് പ്ലെയിൻ റെസ്പോൺസ് ആയിരിക്കില്ല കണ്ടക്ടിവിറ്റി കുറഞ്ഞതിന്. ഓക്കെ, ആ ഒരു ഡാറ്റ വെച്ചിട്ടാണ് നമുക്ക് കണ്ടക്ടിവിറ്റി മെഷർ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. മീൻസ് ഇവിടെ സിഗ്നൽ എന്ന് പറയുന്നത് എന്താണ്, ഡയറക്റ്റ് അല്ല, ഓക്കെ, ഡയറക്റ്റ് ഇൻഡിക്കേഷൻ അല്ല. ആദ്യം എന്ത് ചെയ്യണം, സം റെഫറൻസ് സ്റ്റാൻഡേർഡ് വെച്ചിട്ട് ആ റെഫറൻസ് സ്റ്റാൻഡേർഡിൻ്റെ റെഫറൻസ് സ്റ്റാൻഡേർഡ് എന്ന് വെച്ചാൽ നമുക്ക് കറക്റ്റ് മെറ്റീരിയൽ എല്ലാം അറിയാം, എല്ലാ പ്രോപ്പർട്ടീസും അറിയാം. ഓക്കെ, അത് വെച്ചിട്ട് ആദ്യം അതിൻ്റെ നേച്ചർ ആദ്യം വേണം, അതിനുശേഷം നമ്മുടെ ടെസ്റ്റ് സ്പെസിമെൻ്റെ നേച്ചറുമായിട്ട് കമ്പയർ ആയിട്ടാണ് റിസൾട്ട് എടുക്കുന്നത്.
If the conductivity of sample is high, then it has low resistance and can accommodate more current. So for a higher conductive sample, it will draw more energy from primary coil, and as a result, large increase in the resistive component of the coil. മീൻസ് ഒരു ഹൈ കണ്ടക്ടിവിറ്റിയിലെ മെറ്റീരിയലാണ്. ആ ഒരു മെറ്റീരിയലിനെ ഞാൻ ഈ ആൾട്ടർനേറ്റിംഗ് കറൻറ്റ് പാസ് ചെയ്യിക്കുന്ന കോയിലിൻ്റെ അടുത്തോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് എന്ത് ചെയ്യും, ഹൈലി കണ്ടക്റ്റീവ് ആയതുകൊണ്ട് അതിനെന്ത് കൂടുതൽ എഡ്ഡി കറൻറ്റിനെ അതിനെ അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, കൂടുതൽ എഡ്ഡി കറൻറ്റ് അതിലോട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അതിൻ്റെ മീനിങ് എന്താ, കോയിലിൽ നിന്ന് കൂടുതൽ എനർജി ഡ്രോ ചെയ്യുന്നുണ്ട്. കൂടുതൽ എനർജി ഡ്രോ ചെയ്യുന്ന സമയത്ത് നമുക്ക് എങ്ങനെയാണ് റെസ്പോൺസ് കിട്ടുന്നത്, അതിൻ്റെ റെസിസ്റ്റൻസ് ഇൻക്രീസ്, കോയിലിൻ്റെ റെസിസ്റ്റൻസ് ഇൻക്രീസാണ് വരുന്നത്. ഓക്കെ, മീൻസ് ഹൈലി കണ്ടക്റ്റീവ് മെറ്റീരിയൽ ആണെങ്കിൽ കോയിലിൻ്റെ റെസിസ്റ്റൻസിന് എന്ത് ചെയ്യും, കൂടുതൽ ഇൻക്രീസ് ഉണ്ടാവും. ഇനി ഞാൻ അലുമിനിയത്തിനെക്കാട്ടിയും കണ്ടക്ടിവിറ്റി കുറഞ്ഞൊരു മെറ്റീരിയലാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചോ, ആ സമയത്ത് റെസിസ്റ്റൻസിൻ്റെ റെസ്പോൺസ് ചിലപ്പം ഇതേ കണക്കിനായിരിക്കും റെസിസ്റ്റൻസിൻ്റെ റെസ്പോൺസ് ഉണ്ടാവുക. റെസിസ്റ്റൻസ് ഡിക്രീസ്, കോയിലിൻ്റെ റെസിസ്റ്റൻസ് ഡിക്രീസ് കുറവായിരിക്കും. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ കണ്ടക്ടിവിറ്റി കുറഞ്ഞ മെറ്റീരിയൽ ആണെങ്കിൽ അവിടെ ജനറേറ്റ് ചെയ്യുന്ന എഡി കറൻറ്റിൻ്റെ അളവും കുറവായിരിക്കും. അതുകൊണ്ട് പ്രൈമറി കോയിലിൽ നിന്ന് ഡ്രോ ചെയ്യുന്ന എനർജിയും കുറവായിരിക്കും. അന്നേരം ആ റെസിസ്റ്റൻസിന് ഉണ്ടാകുന്ന ഇൻക്രീസും കുറവായിരിക്കും. മീൻസ് അലുമിനിയത്തിനെക്കാട്ടിയും കുറവ് റെസിസ്റ്റൻസുള്ളൊരു മെറ്റീരിയലാണ്, കണ്ടക്ടിവിറ്റി കുറഞ്ഞൊരു മെറ്റീരിയൽ ആണെങ്കിൽ അതിൻ്റെ കോയിലിൻ്റെ റെസിസ്റ്റൻസ് ചിലപ്പം ഇത്ര മാത്രമേ ചേഞ്ച് വരുന്നുണ്ടാവുള്ളൂ. ആ രീതിയിൽ നമുക്ക് എന്താ, ഡിഫറെൻറ്റ് മെറ്റീരിയലിന് ഡിഫറെൻറ്റ് റെസ്പോൺസ് ആയിരിക്കും ഉണ്ടാവുക. അത് വെച്ചിട്ട് നമുക്ക് ഡിഫറെൻറ്റ് മെറ്റീരിയൽസിൻ്റെ കണ്ടക്ടിവിറ്റി നമുക്ക് മെഷർ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ആദ്യം എന്ത് ചെയ്യണം, റെഫറൻസ് സ്റ്റാൻഡേർഡ് വെച്ചിട്ട് ഡിഫറെൻറ്റ് നോൺ വാല്യൂസിൻ്റെ റെസ്പോൺസ് കണ്ടുപിടിക്കണം. അതിനുശേഷം കമ്പയർ ചെയ്തിട്ട് നമുക്ക് വാല്യൂസ് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. കണ്ടക്ടിവിറ്റി ചേഞ്ചസ് വിത്ത് ടെമ്പറേച്ചർ. സോ മെഷർമെൻറ്റ് ഷുഡ് ബി മെയ്ഡ് അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ആൻഡ് അഡ്ജസ്റ്റ്മെൻറ്റ് മെയ്ഡ് ഫോർ ടെമ്പറേച്ചർ വേരിയേഷൻ വെൻ നെസസറി. അതായത് കണ്ടക്ടിവിറ്റി, ഒരു മെറ്റീരിയലിൻ്റെ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടറാണ്. ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യുമ്പോൾ കണ്ടക്ടിവിറ്റി ചേഞ്ച് ചെയ്യും. എന്താ, മാക്സിമം കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറിൽ തന്നെ എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. അഥവാ വേരിയേഷൻ വരുന്നുണ്ടെങ്കിൽ അതിനെ കോമ്പൻസേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങളും ചെയ്തിരിക്കണം. അടുത്തത് മൂന്നാമത്തെ ആപ്ലിക്കേഷൻ മെറ്റീരിയൽ തിക്നെസ് മെഷർമെൻറ്റ്. അതായത് മെറ്റീരിയലിൻ്റെ തിക്നെസ് അത് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എഡി കറൻറ്റ് ടെസ്റ്റിംഗ് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അതിൻ്റെ ബേസിക് പ്രിൻസിപ്പിളായിട്ട് വരുന്നത് തിക്നെസ് മെഷർമെൻറ്റ് ആർ പോസിബിൾ വിത്ത് എഡി കറൻറ്റ് ഇൻസ്പെക്ഷൻ വിത്ത് സർട്ടൈൻ ലിമിറ്റേഷൻ. ഓൺലി എ സർട്ടൈൻ എമൗണ്ട് ഓഫ് എഡി കറൻറ്റ് ക്യാൻ ഫോം ഇൻ എ ഗിവൺ വോളിയം ഓഫ് മെറ്റീരിയൽ. ഇതാണ് അതിൻ്റെ ബേസിക്കായിട്ട് വരുന്നത്. ഒരു ഗിവൺ വോളിയം ഓഫ് മെറ്റീരിയലിൽ സർട്ടൈൻ എമൗണ്ട് ഓഫ്, അല്ലെങ്കിൽ അതിന് അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന എഡി കറൻറ്റ് ലിമിറ്റേഷൻ ഉണ്ട്. അതായത് സർട്ടൈൻ എമൗണ്ട് ഓഫ് എഡി കറൻറ്റ്സ് ക്യാൻ ഫോം ഇൻ എ ഗിവൺ വോളിയം ഓഫ് മെറ്റീരിയൽ. Therefore thicker material support more eddy current than thinner material. മീൻസ് തിക്നെസ് കൂടുതൽ മെറ്റീരിയൽ ആണെങ്കിൽ അതിന് കൂടുതൽ എഡി കറൻറ്റിനെ അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും തിൻ മെറ്റീരിയലിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത്. അത് തന്നെയാണ് അതിൻ്റെ ബേസിസ് ആയിട്ട് വരുന്നത്. ദ സ്ട്രെങ്ത് ഓഫ് എഡി കറൻറ്റ് ക്യാൻ ബി മെഷേർഡ് ആൻഡ് റിലേറ്റഡ് ടു മെറ്റീരിയൽ തിക്നെസ്. അത് കൂടുതൽ തിക്കിലെ മെറ്റീരിയൽ ആണെങ്കിൽ അതിൽ കൂടുതൽ എഡി കറൻറ്റ് ജനറേറ്റ് ചെയ്യും. തിന്നാണെങ്കിൽ അവിടെ ജനറേറ്റ് ചെയ്യുന്ന എഡി കറൻറ്റ് കുറവായിരിക്കും. ആ ഒരു റിലേഷൻ വെച്ചിട്ട് എന്ത് ചെയ്യണം, നമുക്ക് മെറ്റീരിയൽ തിക്നെസ്, ഈ ഒരു ലാസ്റ്റ് സെൻറ്റൻസ്, അതായത് സ്ട്രെങ്ത് ഓഫ് എഡി കറൻറ്റ് ക്യാൻ ബി മെഷേർഡ് ആൻഡ് റിലേറ്റഡ് ടു മെറ്റീരിയൽ തിക്നെസ്. ആ സ്ട്രെങ്ത്ത് മെഷർ ചെയ്തിട്ട് അതിൻ്റെ മെറ്റീരിയൽ തിക്നെസ്സുമായിട്ട് നമുക്ക് കോറിലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെയാണ് ഇതാണ് ഇതിൻ്റെ മെറ്റീരിയൽ തിക്നെസ് മെഷർമെൻറ്റിൻ്റെ ബേസിസ് ആയിട്ട് വരുന്നത്. അടുത്തത് നോൺ കണ്ടക്റ്റീവ് കോട്ടിംഗ് തിക്നെസ് മെഷർമെൻറ്റ്. നോൺ കണ്ടക്റ്റീവ് കോട്ടിംഗ് മീൻസ് ആ കോട്ടിംഗ് എന്താ, പെയിൻറ്റ് പോലെ കോട്ടിംഗ് എന്താ, നോൺ കണ്ടക്റ്റീവ് കോട്ടിംഗ് ആണ്. അതിൻ്റെ തിക്നെസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് എഡി കറൻറ്റ് ടെസ്റ്റിംഗ് മെത്തേഡ് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അതിൻ്റെ ബേസിക് പ്രിൻസിപ്പിളായിട്ട് വരുന്നത് നോക്കാം. ദ തിക്നെസ് ഓഫ് നോൺ മെറ്റാലിക് coating on metal substrate can be determined simply from the effect of lift-off on impedance. This method was widespread use for measuring thickness of paint and plastic coating. The base ആയിട്ട് വരുന്നത് thickness of non-metallic coating on metal substrate can be determined simply from the effect of lift-off on impedance. Lift-off എന്ന് വെച്ചാൽ ഈ ഒരു ഡിസ്റ്റൻസ്, നമ്മളെ മെറ്റീരിയൽ, ആ കണ്ടക്റ്റീവ് മെറ്റീരിയലും കോയിലും തമ്മിലുള്ള ഡിസ്റ്റൻസാണ് ലിഫ്റ്റ് ഓഫ് എന്ന് പറയുന്നത്. ആ ലിഫ്റ്റ് ഓഫ് വേരി ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് ആ ഇംപെഡൻസ് പ്ലെയിനിൽ റെസ്പോൺസ് വരുന്നത്. മീൻസ് ആ കോയിൽ മെറ്റീരിയലിൻ്റെ, കണ്ടക്റ്റീവ് മെറ്റീരിയലിൻ്റെ വളരെ അടുത്ത് നിൽക്കുന്ന സമയത്ത് എന്താണ്, കൂടുതൽ എഡി കറൻസ് ആ മെറ്റീരിയലിൽ ജനറേറ്റ് ചെയ്യുന്നുണ്ടാവും. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇംപെഡൻസ് പ്ലെയിനിൽ ഹൈ ഇൻക്രീസ് ഇൻ റെസിസ്റ്റൻസ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, ലിഫ്റ്റ് ഓഫ് കുറവാണെങ്കിൽ ആ ഇൻക്രീസ് ഇൻ റെസിസ്റ്റൻസും കറസ്പോണ്ടിങ് ആയിട്ട്
കുറവായിരിക്കും. മീൻസ് ആ ഡിസ്റ്റൻസ് മാറുന്നതിനനുസരിച്ച് ഇമ്പിഡൻസ് പ്ലെയിൻ ഡയഗ്രത്തിൽ റെസ്പോൺസ് ഡിഫറൻ്റ് ആയിരിക്കും. ഓക്കെ, ഇനി എങ്ങനെയാണ് ആ ഡിസ്റ്റൻസ് ചേഞ്ച് വരുന്നത്, അല്ലെങ്കിൽ ലിഫ്റ്റ് ഓഫ് ചേഞ്ച് വരാൻ കാരണം എന്താണ്? ദ കോട്ടിംഗ് സെർവ്സ് ആസ് സ്പേസർ ബിറ്റ്വീൻ പ്രോബ് ആൻഡ് കണ്ടക്റ്റീവ് സർഫസ്. നല്ല തിക്കായിട്ടുള്ള കോട്ടിംഗ് ആണെങ്കിൽ നോർമലി ആ ലിഫ്റ്റ് ഓഫ് ഡിസ്റ്റൻസ് എന്തായിരിക്കും? കൂടുതലായിരിക്കും. തിൻ കോട്ടിംഗ് ആണെങ്കിൽ ലിഫ്റ്റ് ഓഫ് ഡിസ്റ്റൻസ് കുറവായിരിക്കും. As the distance between probe and conductive base material increases, the eddy current field strength decreases because less of the probe's magnetic field can interact with the base metal. This reduction in strength can be measured and related to coating thickness. അതായത് ലിഫ്റ്റ് ഓഫ് കൂടുതലാണെങ്കിൽ, ഈ ഒരു ഡിസ്റ്റൻസ് കൂടുതൽ ആണെങ്കിൽ ഇവിടെയിലെ ജനറേറ്റ് ചെയ്യുന്ന എഡി കറൻറ്റ് സ്ട്രെങ്ത് എന്തായിരിക്കും? കുറവായിരിക്കും. കാരണം അതിൻ്റെ കുറച്ച് മാഗ്നറ്റിക് ഫ്ലക്സ് മാത്രമേ മെറ്റീരിയലായിട്ട് ഈ ബേസ് കണ്ടക്റ്റീവ് മെറ്റീരിയലായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നുള്ളൂ. ആ ലിഫ്റ്റ് ഓഫ് കുറവാണെങ്കിൽ കൂടുതൽ മാഗ്നറ്റിക് ഫ്ലക്സ് ഇതുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അന്നേരം ഇതിലുള്ള എഡി കറൻറ്റ് സ്ട്രെങ്ത് എന്തായിരിക്കും? കൂടുതലായിരിക്കും. ഈ ഒരു ബേസിക് ഡാറ്റ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ആ എഡി കറൻറ്റിൻ്റെ സ്ട്രെങ്ത്തിനെ നമുക്ക് എന്തുമായിട്ട് കോറിലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും? ഇതിൻ്റെ കോട്ടിംഗ് തിക്നെസ്സുമായിട്ട് കോറിലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇങ്ങനെയാണ് കോട്ടിംഗ് തിക്നെസ് മെഷർമെൻറ്റിലേക്ക് ഈ എഡി കറൻറ്റ് ഈ ഒരു കൺസെപ്റ്റ് യൂസ് ചെയ്യുന്നത്. അടുത്തത് അഡ്വാൻറ്റേജസ് ഓഫ് എഡി കറൻറ്റ് ടെസ്റ്റിംഗ്. സെൻസിറ്റീവ് ടു സ്മോൾ ക്രാക്ക് ആൻഡ് അതർ ഡിഫക്റ്റ്, ഡിറ്റക്ഷൻ ഓഫ് സർഫസ് ആൻഡ് നിയർ സർഫസ് ഡിഫക്റ്റ്, അതായത് സർഫസ് ഡിഫക്റ്റും സബ് സർഫസ് ഡിഫക്റ്റും ഐഡൻറ്റിഫൈ എടുക്കാനാവും. പിന്നെ ഇൻസ്പെക്ഷൻ ഗിവ് ഇമ്മീഡിയറ്റ് ടെസ്റ്റ് റിസൾട്ട്. ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് ഡയറക്റ്റ് തന്നെ സ്ക്രീനിൽ തന്നെ റിസൾട്ട് കാണിച്ചു തരുന്നുണ്ട്. ഫർദർ പ്രോസസ്സിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല. ഡയറക്റ്റ് ഡിഫക്റ്റ് ഫ്രീ സാമ്പിളാണെന്നുള്ള ഡിഫക്റ്റ് ഉണ്ടോ എന്ന് കാണിച്ചു തരുന്നുണ്ട്. പിന്നെ എക്യുപ്മെൻറ്റ് ഈസ് വെരി പോർട്ടബിൾ. ജസ്റ്റ് സിമ്പിൾ, ആ പ്രോബ്, ആ ഡിസ്പ്ലേ, പിന്നെ ഒരു പവർ സോഴ്സ്, ഇത് മാത്രമേ അതിൽ ആവശ്യമായിട്ടുള്ളൂ. പിന്നെ ലബോറട്ടറി ചെയ്യുക, ഇൻസൈറ്റ് ഇൻസ്പെക്ഷൻ, എന്തിനു വേണ്ടിയിട്ട് വേണം ഇത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ദെൻ മെത്തേഡ് ക്യാൻ ബി യൂസ്ഡ് ഫോർ മച്ച് മോർ ദാൻ ഫ്ലോ ഡിറ്റക്ഷൻ. അതിപ്പം പറഞ്ഞതാണ്. ഡിഫക്റ്റ് ഡിറ്റക്ഷൻ കൂടാതെ ഒരുപാട് ആപ്ലിക്കേഷൻസും എഡി കറൻറ്റ് ടെസ്റ്റിംഗ് മെത്തേഡിനുണ്ട്. പിന്നെ മിനിമം പാർട്ട് പ്രിപ്പറേഷൻ ഈസ് റിക്വയർഡ്. ടെസ്റ്റ് പ്രോബ് ഡസ് നോട്ട് നീഡ് ടു കോണ്ടാക്ട് ദി പാർട്ട്. Inspect complex shape and size of conductive materials. Then it can detect flaws through surface coating. This technique can be easily automated. അടുത്തത് ലിമിറ്റേഷൻസ് ഓഫ് എഡി കറൻറ്റ് ടെസ്റ്റിംഗ്. ഓൺലി കണ്ടക്റ്റീവ് മെറ്റീരിയൽ ക്യാൻ ബി ഇൻസ്പെക്റ്റഡ്. അതായത് ഇൻസുലേറ്റേഴ്സിനെ ഇൻസ്പെക്ട് ചെയ്യാൻ വേണ്ടി നമുക്കിത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല, കാരണം അതിൽ എഡി കറൻസ് ജനറേറ്റ് ചെയ്യുന്നില്ല. ദെൻ സർഫസ് മസ്റ്റ് ബി അസസിബിൾ ടു ദി പ്രോബ്. പ്രോബിനെ അസസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ലൊക്കേഷനിലായിരിക്കണം സർഫസ്. സ്കിൽ ആൻഡ് ട്രെയിനിങ് റിക്വയർ ഈസ് മോർ എക്സ്റ്റെൻസീവ് ദാൻ അതർ ടെക്നിക്. അതായത് ഓപ്പറേറ്റർ എന്ന് വെച്ചാൽ ഹൈലി സ്കിൽഡ് ആയിരിക്കണം. ഒന്നാമത് ഒരുപാട് പാരാമീറ്റേഴ്സിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. പർട്ടിക്കുലർ ഏത് ഫ്രീക്വൻസി സെലക്ട് ചെയ്യണമെന്ന് കറക്റ്റായിട്ട് അറിയണം. അതേപോലെ റിസൾട്ട് ഇൻ്റർപ്രറ്റ് ചെയ്യാൻ വേണ്ടി പറ്റണം. അതുകൊണ്ട് മറ്റ് മെത്തേഡിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഹൈലി സ്കിൽഡ് ഓപ്പറേറ്റേഴ്സ് ഇതിന് ആവശ്യമാണ്. ദെൻ സർഫസ് ഫിനിഷ് ആൻഡ് റഫ്നെസ് മേ ഇൻ്റർഫിയർ വിത്ത് സിഗ്നൽ. ദെൻ റെഫറൻസ് സ്റ്റാൻഡേർഡ് നീഡ് ഫോർ സെറ്റപ്പ്. ഇത് വെച്ചാൽ ഡയറക്റ്റ് നമുക്ക് ഇൻഡിക്കേഷൻസ് തരുന്നതല്ല. ഇപ്പം ലിക്വിഡ് പെനിട്രൻ്റ് ഇൻസ്പെക്ഷനോ അതേപോലെ മാഗ്നറ്റിക് പാർട്ടിക്കിൾ ഇൻസ്പെക്ഷൻ പോലെ നമുക്ക് ഡയറക്റ്റായിട്ട് ഇൻഡിക്കേഷൻ തരുന്നൊരു മെത്തേഡല്ല. ആ സമയത്ത് ഇൻഡയറക്റ്റായിട്ട് ഇൻഡിക്കേഷൻ തരുന്ന സമയത്ത് എന്ത് ചെയ്യേണ്ടി വരും? നോർമലി നോൺ റെഫറൻസ് സ്റ്റാൻഡേർഡ് ആവശ്യമാണ്. പിന്നെ ഡെപ്ത് ഓഫ് പെനിട്രേഷൻ ഈസ് ലിമിറ്റഡ്. സ്കിൻ എഫക്റ്റ് കൊണ്ട് തന്നെ ഡെപ്ത് ഓഫ് പെനിട്രേഷൻ ലിമിറ്റഡ് ആണ്. ഫ്ലോ സച്ചസ് ഡീലാമിനേഷൻ ദാറ്റ് ലൈ പാരലൽ ടു പ്രോബ് കോയിൽ വൈൻഡിങ് ആൻഡ് പ്രോബ് സ്കാൻ ഡയറക്ഷൻ ആർ അൺഡിറ്റക്റ്റബിൾ. മീൻസ് നമ്മളെ ഇതിൻ്റെ ക്രാക്കിൻ്റെ അലൈൻമെൻറ്റ് എങ്ങനെയായിരിക്കണം? എഡി കറൻറ്റ് ഡിസ്ട്രിബ്യൂഷനെ ഡിസ്റപ്റ്റ് ചെയ്യുന്ന രീതിയിൽ അലൈൻമെൻറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു ഇൻഡിക്കേഷൻ തരുള്ളൂ. അല്ലെങ്കിൽ ആ ക്രാക്ക് നമ്മളെ എഡി കറൻറ്റ് ഡിസ്ട്രിബ്യൂഷൻ ഒരു രീതിയിലും അഫക്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് വിസിബിൾ ഇൻഡിക്കേഷനൊന്നും ഇതിൽ കിട്ടില്ല. ദെൻ ഫോൾസ് ഇൻഡിക്കേഷൻ ക്യാൻ റിസൾട്ട് ഫ്രം എഡ്ജ് ഇഫക്റ്റ് ആൻഡ് പാർട്ട് ജോമെട്രി. എഡ്ജ് ഇഫക്റ്റ് ആൻഡ് ഇഫക്റ്റ് ഒക്കെ ഡിസ്കസ് ചെയ്തതാണ്. അതൊക്കെ എന്താണ്? അൺവാണ്ടഡ് സിഗ്നൽ തരുന്ന ഫിനോമിനനാണ്. ലാസ്റ്റ് വൺ, മെയിൻറ്റെയിനിങ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പ്രോബ് ആൻഡ് ടെസ്റ്റ് സ്പെസിമെൻ ഈസ് എസെൻഷ്യൽ. കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഡിസ്റ്റൻസ് അതേപോലെ ഓറിയൻറ്റേഷനൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പോകണം ഇൻസ്പെക്ട് ചെയ്യുന്ന സമയത്ത്. Okay, with this class the 6th module is completed.